നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട വിവാദങ്ങൾ കത്തിപ്പടരുന്നതിനിടെ രാജ്യത്തെ ക്രിമിനൽ നിയമ നടപടികളിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന അതിനിർണായക വിധിയുമായി സുപ്രീം കോടതി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാരോപിച്ച് നൽകുന്ന കേസുകളിൽ വ്യക്തമായ വേർതിരിവ് ആവശ്യമാണെന്ന് പ്രഖ്യാപിച്ച കോടതി ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധങ്ങൾ തകരുമ്പോൾ അതിന് ക്രിമിനൽ സ്വഭാവം നൽകുന്ന പ്രവണതയ്ക്കെതിരെ ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. 2026 ഫെബ്രുവരി 5 ജസ്റ്റിസുമാരായ BV നാഗരത്ന, ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. 2025 ഫെബ്രുവരിയിൽ ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ രജിസ്റ്റർ ചെയ്ത പീഡനക്കേസ് റദ്ദാക്കിക്കൊണ്ടായിരുന്നു കോടതിയുടെ നിരീക്ഷണം. പരാതിക്കാരിയും പ്രതിയും അഭിഭാഷകയായ കേസിൽ 33 വയസ്സുള്ള വിവാഹിതയായ ഒരു സ്ത്രീക്ക് നിയമപരമായി വിവാഹബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹ വാഗ്ദാനം വിശ്വസിച്ചു എന്നത് യുക്തിക്ക് നിരക്കാത്തതാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഭർത്താവുമായി വിവാഹമോചന കേസ് നടക്കുന്നുണ്ടെങ്കിലും നിയമപരമായി വിവാഹബന്ധം വേർപെടുത്താത്ത ഒരാൾക്ക് മറ്റൊരു വിവാഹ വാഗ്ദാനം നൽകുന്നത് നിയമപരമായി നിലനിൽക്കില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ പീഡന ആരോപണം ഉന്നയിക്കുന്നത് നിയമ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യലാണെന്നും കോടതി നിരീക്ഷിച്ചു. ഉഭയസമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം പിന്നീട് വഷളാകുമ്പോൾ അതിനെ ബലാത്സംഗമായി ചിത്രീകരിക്കുന്നത് ആശങ്കാജനകമാണ്. ഇത്തരം കേസുകളിൽ വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ ഭരണകൂടത്തെയും കോടതിയെയും വലിച്ചിഴക്കരുതെന്നും ബെഞ്ച് ഓർമ്മിപ്പിച്ചു. IPC സെക്ഷൻ 376(n) പ്രകാരമുള്ള കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കോടതികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും യഥാർത്ഥ പീഡന കേസുകളും ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം തകരുമ്പോൾ ഉണ്ടാകുന്ന പരാതികളും തമ്മിൽ കൃത്യമായ വേർതിരിവ് വേണമെന്നും പരാതിക്കാരി ഒരു അഭിഭാഷകയാണെന്നിരിക്കെ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ടാകുമെന്നും അല്ലാതെ വഞ്ചിതയായെന്ന് കരുതാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. ഛത്തീസ്ഗഡ് കോടതി നേരത്തെ തള്ളിയ അപ്പീൽ സ്വീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. സമാനമായ ഒട്ടേറെ കേസുകളിൽ പ്രതികൾക്ക് വലിയ ആശ്വാസമാകുന്നതാണ് വിധി. തകർന്ന ബന്ധങ്ങളെ ബലാത്സംഗം എന്ന് വിളിച്ച് ക്രിമിനൽ കേസുകളാക്കി മാറ്റുന്നത് തെറ്റായ പ്രവണതയാണെന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം വഷളാകുമ്പോൾ ഭരണകൂടത്തെയും നിയമ സംവിധാനത്തെയും അതിലേക്ക് വലിച്ചിഴക്കരുതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. പരാതിക്കാരി വിവാഹിതയാണെങ്കിൽ മറ്റൊരു വിവാഹ വാഗ്ദാനം നിയമപരമായി നിലനിൽക്കില്ല. അതിനാൽ തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന വാദം അംഗീകരിക്കാനാവില്ല എന്നതാണ് കോടതി പറയുന്നത്. ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള പീഡന ആരോപണം നേരിടുന്ന നേതാക്കന്മാർക്കും സാധാരണക്കാർക്കുമൊക്കെ വിധി എന്തായാലും വലിയ സ്വീകാര്യത ഉണ്ടാക്കും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. വിവാഹിതകളായ അല്ലെങ്കിൽ നിലവിൽ വിവാഹ ബന്ധത്തിൽ തുടരുന്ന നിയമപരമായി വിവാഹ ബന്ധം നിലനിർത്തുന്ന സ്ത്രീകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി ഉന്നയിച്ചത്. അതിൽ അത്തരം 1-2 കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുണ്ട്. ഈ ഘട്ടത്തിൽ ഇത്തരമൊരു വിധി രാഹുൽ മാങ്കൂട്ടത്തിനടക്കമുള്ള ആളുകൾക്ക് നിർണായകമാണ്. സുപ്രീം കോടതിയുടെ ഈ വിധി എന്തായാലും അതിപ്രധാനമായ ഒന്നാണ്. എങ്ങനെയാണ് ഒരു ബന്ധത്തിൽ നിന്ന് ഒഴിവായതിനു ശേഷം ആ ബന്ധം ഉണ്ടായ കാലഘട്ടത്തെ സ്വാഭാവികമായ ലൈംഗിക ബന്ധങ്ങളെ പീഡനമായി കണക്കാക്കാൻ സാധിക്കുന്നെന്ന് കോടതി ചോദിക്കുന്നുണ്ട്. ഒരു വിവാഹ ബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ ഒരാൾക്ക് എങ്ങനെയാണ് വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകാൻ സാധിക്കുമെന്നും കോടതി ചോദിക്കുന്നുണ്ട്.